കഴിഞ്ഞ ദിവസമായിരുന്നു പേളിയുടെ രണ്ടാമത്തെ മകൾ നിറ്റാര എന്ന് വിളിക്കുന്ന നിറ്റു ബേബിയുടെ തലയിലെ മുടിയെടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നത്. പളനിയിൽ പോയി മുടിയെടുക്കാം എന്നത് ശ്രീനിഷിൻ്റെ അമ്മയുടെ നേർച്ചയായിരുന്നു എന്ന വ്ളോഗിലൂടെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇപ്പോൾ ആ വീഡിയോ മുഴുവൻ ഏറ്റെടുത്തത് നിറ്റു അല്ല, പകരം നില ബേബിയാണ് എന്ന് പറയേണ്ടതായി വരും. അതിനൊരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ നിറ്റു ബേബിയുടെ തലയിൽ മുടി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ ബഹളം വയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് ചേച്ചി നില ബേബിയാണ്. നിറ്റുയെ വിടാൻ പറ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് നില ബേബി എത്തുന്നത്. ആദ്യം കളിച്ചു ചിരിച്ച് നമ്മൾ നിറ്റുവിൻ്റെ തലയിലെ മുടിയെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലൊക്കെ കയറുകയും അവിടെ ഉത്സാഹത്തോടെ നിന്നതും ചേച്ചി നില തന്നെയാണ്. എന്നാൽ അനുജത്തിയെ പിടിച്ചിരുത്തി അവളുടെ മുടികൾ എടുക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് സങ്കടം സഹിക്കാനായില്ല. അതായിരുന്നു അവിടെ പറ്റിപ്പോയത്. നിലു ബേബി കരയുമെന്ന് ആരും കരുതിയില്ല. ശരിക്കും പറഞ്ഞാൽ നിലു ബേബി കരഞ്ഞപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി പോയി. എല്ലാവരും ആദ്യമൊന്ന് ഭയന്നു. ഇവളെന്തിനാണ് കരയുന്നതെന്നാണ് ആദ്യം എല്ലാവരും ചിന്തിച്ചത്. പിന്നാലെയാണ് ഉറക്കെ പറയാൻ തുടങ്ങിയത്, നിലു ബേബി നിറ്റാരെ വിടാനാണ് ഉദ്ദേശിക്കുന്നത്. നിറ്റാരെ അങ്ങനെ പിടിച്ചു വെച്ചിരുന്ന് മുടി വെട്ടുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി വെട്ടുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും അത്തരത്തിൽ സംഭവിക്കുമ്പോൾ. അവൾ കുഞ്ഞല്ലേ, അവൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അവളത് കണ്ടിട്ടില്ലല്ലോ, അതുതന്നെയാണ് പ്രശ്നം. നിലുവിനെ ഇങ്ങനെ അനക്കാതെ പിടിച്ചിരുത്തി ഇതിനു മുൻപ് മൊട്ടയടിച്ചൊരു വീഡിയോ ഉണ്ട്. അന്ന് നിലു ബേബി കരഞ്ഞിരുന്നു. എല്ലാ കുട്ടികളും സാധാരണ അങ്ങനെ കരയാറുണ്ട്. നിറ്റാരയും അത്തരത്തിൽ തന്നെയാണ് ഇരുന്നത്. എന്നാൽ കരഞ്ഞത് ഇവിടെ ചേച്ചിയായിപ്പോയി. അനിയത്തിയുടെ മുടി മുറിക്കുന്നത് കണ്ട് സങ്കടം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ നിലു ബേബി കരയുന്നത്. ഇതിനിടയിൽ രസകരമായ ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാകും കുട്ടികളെല്ലാവരും ഇങ്ങനെയാണ് എന്ന്. ഇവിടെയും ഉണ്ടായിരുന്നു. അനിയത്തിയുടെ മുടി മുറിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ അനിയൻ, മുടി മുറിച്ചപ്പോൾ കരഞ്ഞ അച്ഛൻ വരെ ഉണ്ട്. പിന്നെയാണോ സഹോദരിയുടെ സ്നേഹം? അവൾ എന്തായാലും കരയും. നിറ്റു ബേബിയെ തറയിൽ വയ്ക്കാതെ നോക്കുന്ന ചേച്ചിയാണ് നില ബേബി. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുണ്ടായിരുന്നുള്ളൂ. ചിലർ പറയുന്നുണ്ട് നിലു ബേബി കരയുമെന്ന് നേരത്തെ അവർക്കറിയാമായിരുന്നു എന്ന്. അവർ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ അവൾക്കൊരു ചെറിയ വിഷമം വന്നാൽ പോലും അവളുടെ ചേച്ചിക്ക് താങ്ങാനാകില്ല എന്നത്. പേളി ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവതിയാണ്. ഇങ്ങനൊരു സ്നേഹം കാണാൻ പറ്റിയല്ലോ. പേളിയും ഒരു ചേച്ചിയാണ്, പേളിക്കും ഒരു സഹോദരിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പേളിക്ക് ഇത് നന്നായി മനസ്സിലാകുമായിരിക്കും. പക്ഷേ പേളിയും റേച്ചലും ഉണ്ടായിരുന്നതിനേക്കാൾ അടുപ്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നിലു ബേബിയും നിറ്റാരയും വളരുന്നത്. അത് സമ്മതിച്ചേ മതിയാകൂ. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം തന്നെ പേളിക്കാണ്. നിറ്റാരയെ നിലു ടേക്ക് കെയർ ചെയ്യുന്നത് പലപ്പോഴായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. ഒരമ്മയുടെ സ്നേഹം അവളുടെ ഉള്ളിൽ വരുന്നത് നിറ്റാരയെ നോക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പേളിയെ പോലെ തന്നെ നിലു ബേബിയും അവിടെ കരഞ്ഞത്. നിലു ബേബി ശരിക്കും ഇത്രയും കരയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കമൻറ്റുകളും ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.